കഴിഞ്ഞ വീഡിയോയിൽ കൈ വെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നീളം ഇങ്ങനെ വീതിയാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിടണം. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ മടക്കിയിട്ട് നമ്മുടെ കൈക്കുഴിയുടെ എത്രയാണോ വണ്ണം അതിൻ്റെ ഒരു 2 ഇഞ്ച് വണ്ണം കൂട്ടിയിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കിയിടുക. നമുക്കിപ്പോൾ ഒരു 8 എന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 അല്ലെങ്കിൽ 10.5 എടുക്കുക. നമ്മളെന്നിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. നമ്മളുടെ കൈക്കുഴി എത്രയാണോ വണ്ണുള്ളത്, കൈക്കുഴിയുടെ വണ്ണം എങ്ങനെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൈക്കുഴിയുടെ വണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കയ്യിൻ്റെ ഭാഗം കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൈക്കുഴിയുടെ വണ്ണം കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ കൈക്കുഴിയുടെ വണ്ണം എടുക്കുക. എന്നിട്ട് ആ വണ്ണത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതാക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ചിട്ട് ഇവിടുന്ന് കൈക്കുഴിയുടെ വണ്ണം എത്രയാണോ കറക്റ്റ് വേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ 8.5 എനിക്ക് കറക്റ്റ് കൈക്കുഴിയുടെ വണ്ണം കിട്ടിയെന്ന് വെച്ചാൽ ആ 8.5യുടെ കറക്റ്റ് പോയിന്റിൽ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ഇറക്കം എത്രയാണോ വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തുക. ഞാനിപ്പോൾ ഒരു 14.5 ഇറക്കം എനിക്ക് വേണ്ടത്. അപ്പോൾ 14 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് നമുക്ക് താഴത്തേക്കുള്ള കൈയിൻ്റെ ഈ താഴത്തേക്കുള്ള വണ്ണം അതിൻ്റെ ഒപ്പം തയ്യൽ തുമ്പ് ഇപ്പോൾ 6 ഉള്ളത് എന്നുണ്ടെങ്കിൽ 6 നമുക്ക് കറക്റ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കും. നമ്മൾ ഇതൊന്നും വെട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കൈ വെട്ടിയെടുത്തു. ഇനി ഇതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഒന്ന് കുഴിച്ചു വെട്ടണം. ഇതിപ്പോ രണ്ടും ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് ബാക്കും ഫ്രണ്ടും ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെക്കണേക്കാട്ടിലും മുന്നേ നമ്മൾ ഓരോ കൈയിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് അല്ല ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ട് വെട്ടണം. അപ്പോഴാണ് നമ്മുടെ ഈ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രണ്ട് ഭാഗത്ത് മാത്രം നമ്മൾ വെട്ടണം കേട്ടോ. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒപ്പം വെട്ടരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ മാത്രം കൈയിൻ്റെ ഇതുപോലെ ഒന്ന് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിന്റെ വെട്ടലുകളൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തിനുള്ള ഒരു നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. പൈപ്പിൽ ഇട്ടിട്ട് മറച്ചടിക്കാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കഴുത്തിന്റെ ഇപ്പൊ ഏകദേശം ഇത്രയും ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണമല്ലോ. പക്ഷെ നമ്മൾ ഇതുപോലെ 2 പീസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് എടുക്കുന്നുണ്ട്. അളവൊന്നും ഞാൻ നോക്കാറില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് എടുക്കാറെന്ന് പറയും. നമ്മളിങ്ങനെ ഒരു പീസ് 2 പീസാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ തെറ്റത്ത് കൂടെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ 3 മൂലകളും ഇതുപോലെ ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. കഴുത്തിന് മറച്ചടിക്കാനുള്ള ആ പീസിലാണ് നമ്മൾ ഇങ്ങനെ മടക്കി അടിക്കുന്നത്. അപ്പോൾ 3 ഭാഗത്തും ഇതുപോലെ അടിക്കാം. അതിനുശേഷം നല്ല പുറവും ഇതിൻ്റെ നല്ല പുറവും വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന്
കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെ ഒരു 1/4 ഇഞ്ച് അളവിൽ നമുക്ക് വിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ എക്സസ് ആയിട്ടുള്ള ആ നടുവിലത്തെ പോർഷൻ നമുക്കൊന്ന് വെട്ടിയിട്ട് ഈ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് അങ്ങോട്ട് മറിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ തെറ്റത്ത് കൂടെ ഒരടി അടിച്ചു കൊടുക്കാം. രണ്ട് ഭാഗത്തെ കഴുത്തും അടിച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഷോൾഡർ ഒരു സൈഡ് സ്ലോപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൈക്കുഴിയുടെ ആ ഭാഗത്ത് ഒന്ന് ചെരിച്ചിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കൈയൊന്ന് അറ്റാച്ച് ചെയ്യാം. കുഴിഞ്ഞിട്ട് കിടക്കുന്ന ഭാഗം നമ്മൾ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൈയൊക്കെ നമ്മൾ രണ്ടും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളുടെ ആ ഒരു ചുരിദാർ, അളവിൻ്റെ ചുരിദാർ ഇതുപോലെ മടക്കിയിട്ട് ഇട്ടിട്ട് എവിടെയാണോ അതിൻ്റെ ആ ഓപ്പണിൻ്റെ പോയിൻ്റ് അത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്പൺ വരയ്ക്കുള്ള ഷേപ്പ് നമ്മളൊന്ന് വരച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. നമ്മളുടെ അടിഭാഗത്തുള്ള ആ ഒരു പീസിൽ കൂടി നമ്മൾ കറക്റ്റ് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പണിൻ്റെ ഭാഗം കറക്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷേപ്പും കൈയിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക.
എന്നിട്ട് ആ അളവിലൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ടേ. അതിനുശേഷം ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം ഒരു 1/4 ഇഞ്ച് അളവിൽ 2 വട്ടം മടക്കിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് ഓപ്പണിൻ്റെ അവിടെ കറക്റ്റ് ആ ഒരു ബോക്സ് പോലെ കിട്ടാനായിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു പോയിൻറ്റിൻ്റെ കുറച്ച് മേലെ വരയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ കുത്തി നിർത്തിയിട്ട് പിന്നെ തിരിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ബോക്സ് പോലെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ അടിഭാഗത്ത് കൂടി ഇതുപോലെ മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ അടുപ്പ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.